ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ല നമസ്കാരം. ലേണിംഗ് സിറ്റി സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്നത് ഒരു ഇമേജ് ഫയലിനെ അല്ലെങ്കിൽ ഒരു പിക്ചർ ഫയലിനെ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പിക്ചർ ഫയലിനെ എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നാം ഈ ഡെസ്ക്ടോപ്പ് പരിശോധിക്കുമ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു എലിഫൻറ്റിൻ്റെ എന്നൊരു ഫയലുണ്ട്. അതൊരു പിക്ചർ ഫയലാണ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ആവശ്യകത ഈ എലിഫൻറ്റിൻ്റെ പിക്ചറിൻ്റെ മുകളിലോ അല്ലെങ്കിൽ സൈഡിലോട്ടോ എലിഫൻ്റ് ഒന്ന് എഴുതിയൊരു വേർഡ് കൂടെ വേണമായിരുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഈ പിക്ചർ മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. അതിനോടൊപ്പം ഒരു ഇംഗ്ലീഷിൽ എലിഫൻറ്റ് എന്ന ഒരു വേർഡ് കൂടെ ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് അതൊരു പിക്ചർ എഡിറ്റിങ്ങിൻ്റെ ഭാഗമാണ്. അല്ല എങ്കിൽ മറ്റൊരു പിക്ചർ പരിശോധിച്ചാൽ ഉദാഹരണത്തിന് ഇവിടെ മൈ ലാപ്പ് എന്ന് പറയുന്ന ഒരു പിക്ചറുണ്ട്. ഇവിടെ ഇതൊരു ലാപ്ടോപ്പാണ്. അവിടെ എനിക്കിവിടെ ലാപ്ടോപ്പ് എന്ന് എഴുതി ഇംഗ്ലീഷിൽ ഇവിടെ എഴുതിയൊരു വാക്കുകൂടെ ഇവിടെ കാണിക്കണം. അങ്ങനെയുള്ളതും പിക്ചർ എഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ പിക്ചർ എഡിറ്റിങ്ങിന് വേണ്ടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഷട്ടർ എന്നൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അതിനായി ആപ്ലിക്കേഷൻ ആക്സസറീസിനകത്ത് ഷട്ടർ. ഇപ്പോൾ ഷട്ടർ എന്ന ഒരു ആപ്ലിക്കേഷൻ ഓപ്പണായി. അടുത്ത് നാം ചെയ്യേണ്ടത് ഫയൽ ഓപ്പൺ കൊടുത്തിട്ട് ഏത് ഫയലാണോ നമുക്ക് മാറ്റം വരുത്തേണ്ടത് ആ ഫയൽ ഏതാണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണുന്ന ഡെസ്ക്ടോപ്പിനകത്തുള്ള ഫയൽസുകളാണ്. അതിനകത്ത് ഇന്ത്യ മാപ്പ് ഇതിനകത്താണ് മാറ്റം വരുത്തേണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ഓപ്പൺ ആകും. അല്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് ഷട്ടറിലോട്ട് പോകാൻ മറ്റൊരു മാർഗം കൂടെയുണ്ട്. അതുകൂടെ പരിചയപ്പെടുത്താം. സപ്പോസ് ഈ ഒരു പിക്ചറിലാണ് എനിക്ക് ഷട്ടർ എന്ന ആപ്ലിക്കേഷൻ വഴി മാറ്റം വരുത്തേണ്ടെങ്കിൽ ആ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. കിട്ടുന്ന മെനുവിൽ നിന്ന് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ രണ്ടാമത്തെ ചോയ്സ് എടുക്കുക. ഓപ്പൺ വിത്ത് ഇമേജ് വ്യൂവർ എന്ന് കൊടുത്താൽ ആ പിക്ചർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആകുകയുള്ളൂ. നമുക്കതല്ല എടുക്കേണ്ടത്. പകരം ആ പിക്ചറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് രണ്ടാമത്തെ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ. അങ്ങനെ വരുന്ന ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ വരുമ്പോൾ അവിടെ കുറേ ആപ്ലിക്കേഷൻ ലിസ്റ്റ് ചെയ്യാം. അതായത് ഈ പിക്ചർ ഏത് ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്യണമെന്ന് കാണിക്കും. ഈ കൂട്ടത്തിൽ ഷട്ടർ എന്ന ഒരു ആപ്ലിക്കേഷൻ്റെ പേരും കൂടെ നമുക്ക് കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. ജസ്റ്റ് സെലക്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഫയൽ ഷട്ടറിൽ ഓപ്പണായി. ഇവിടെ എൻ്റെ ആവശ്യകത ഈ പിക്ചറിനെ എഡിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെയാകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പിക്ചർ ഓപ്പൺ ആയതിനു ശേഷം ഈ ഷട്ടർ എന്ന ആപ്ലിക്കേഷൻ്റെ വലത് ഭാഗത്തായിട്ട് എഡിറ്റ് എന്നൊരു ബട്ടണുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യണം. എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എഡിറ്റിംഗ് ടൂളുകൾ ഇവിടെ ആക്റ്റീവ് ആകും. ഈ എഡിറ്റിംഗ് ടൂളിൽ നമുക്ക് ആഡ് ആൽഫബറ്റ്സ് എന്തെങ്കിലും അവിടെ ഞാൻ എ എന്നെടുത്ത് കൊണ്ടുപോകുമ്പോൾ ആഡ് സം ടെക്സ്റ്റ് ടു ദി സ്ക്രീൻഷോട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്ക് ചെയ്തു. പിക്ചറിനകത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആവും. അവിടെ ഞാൻ എലിഫൻറ്റ് എന്ന് ടൈപ്പ് ചെയ്തു. എലിഫൻ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ അതിൻ്റെ സൈസ് ഇത്രയും വലിപ്പത്തിലാണ് കിടക്കുന്നത്. അതിനെ അല്പം കൂടെ കുറയ്ക്കണമെങ്കിൽ നമുക്ക് 28 എന്ന സൈസിലോട്ട് വേണം. ഓക്കെ അടിക്കുക. അതല്ല ഇതും കൂടിപ്പോയെങ്കിൽ വീണ്ടും 28 ക്ലിക്ക് ചെയ്യുക. 24 മതിയെങ്കിൽ ഓക്കെ എടുക്കുക. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നാം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം അടുത്ത ഉടൻ തന്നെ നമ്മുടെ ടൂൾ ഇപ്പോൾ ടെക്സ്റ്റ് ടൂളിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് എ എന്നൊരു മാർക്കിംഗ് നമുക്കിവിടെ കഴ്സർ മൂവ് കാണുന്നത്. നമ്മൾ ഈ ഒരു മോഡ് മാറ്റി ഓരോ സെലക്ഷൻ ടൂളിലോട്ട് മാറ്റണം. സെലക്ട് ഐറ്റം ടു ഈ ടൂൾ എടുക്കണം. അതിനുവേണ്ടി ക്ലിക്ക് ചെയ്യുക. ഈ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് സെലക്ഷൻ ടൂളാണ്. ഒരു ഐറ്റത്തിനെ നമുക്ക് അതിനെയൊക്കെ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇതിനെ മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് അതിനെ പൊസിഷൻ ചെയ്ത് വയ്ക്കാം. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇങ്ങനെ വയ്ക്കുക. ഇപ്രകാരം നമുക്ക് നിലവിലുള്ള പിക്ചേഴ്സിൽ നമുക്ക് ആവശ്യാനുസരണം ടെക്സ്റ്റുകൾ കൂട്ടിച്ചേർക്കാം. മീനിങ് ഫുള്ളായിട്ടുള്ള സെൻറ്റൻസുകൾ ടൈപ്പ് ചെയ്യാം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യകത അനുസരിച്ച് നിലവിലുള്ള പിക്ചേഴ്സിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനായിട്ട് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അത് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം നാം ചെയ്യേണ്ടത് അടുത്ത ഇത് സേവ് ചെയ്യുക എന്നാണ്. ഫയൽ സേവ്.
ഞാനിത് സേവ് ചെയ്ത് നമുക്കിത് ക്ലോസ് ചെയ്യാം. നമുക്കറിയാം നാം ഷട്ടർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഈ ഫയൽ വെറും എലിഫൻറ്റിൻ്റെ പിക്ചർ മാത്രമായിരുന്നു. ഇനി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിനകത്ത് എലിഫൻ്റ് എന്ന ടെക്സ്റ്റ് കൂടെ ആഡായതായിട്ട് കാണാൻ സാധിക്കും. ഇപ്രകാരം നമുക്ക് വിവിധ പിക്ചർ ഫയലുകളിൽ നമുക്ക് കൂട്ടിച്ചേർക്കലുകൾ വരുത്താം. ഒരു എക്സാമ്പിളോടെ ഞാൻ കാണിക്കുന്നു. ഏത് പിക്ചറിലാണോ നമ്മൾ മാറ്റം വരുത്തേണ്ടത് ആ പിക്ചർ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കിട്ടുന്ന മെനുവിൽ നിന്ന് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. വരുന്ന ലിസ്റ്റിൽ നിന്ന് ഷട്ടറാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഫയൽ ഷട്ടർ എന്ന ആപ്ലിക്കേഷനിൽ ഓപ്പൺ ആവും. അതിൽ എഡിറ്റിംഗ് വരുത്തണമെങ്കിൽ നാം എഡിറ്റ് ക്ലിക്ക് ചെയ്യണം. എഡിറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നാം കിട്ടുന്ന ടൂളിൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള ടൂൾ എന്നൊരു ടൂളുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം പിക്ചറിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആവും. അവിടെ നമുക്ക് ലാപ്ടോപ്പിൻ്റെ കളർ മാറ്റണമെങ്കിൽ നമുക്ക് ഏത് കളറാണോ ഈ കളറാണോ വേണ്ടെങ്കിൽ കൊടുക്കുക. ഇത് കളർ പിക്കാണ്. കറക്റ്റായിട്ടൊരു പ്രത്യേക കളറിലോട്ട് വരണമെങ്കിൽ ഇവിടെ ഒരു പിക്ക് ടൂളുണ്ട്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശിച്ച കളറിൻ്റെ അവിടെ വെച്ച് ക്ലിക്ക് ചെയ്ത് ആ കളർ തന്നെ വരും. അല്ലെങ്കിൽ ഈ കളറാണോ വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇതിൻ്റെ വലിപ്പം ഇത്ര വേണ്ട എങ്കിൽ, ലെറ്ററിൻ്റെ സൈസ് ഇത്ര വേണ്ട എങ്കിൽ നമ്മളത് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഫൈനലായിട്ട് ഇവിടെ ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഞാൻ പറഞ്ഞു ഉടൻ തന്നെ സെലക്ഷൻ ടൂളിലോട്ട് നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നമുക്കിതിനെ പൊസിഷൻ ചെയ്ത് വയ്ക്കാം. ഇത്രയും ചെയ്യുക. വീണ്ടും എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുണ്ടെങ്കിൽ വീണ്ടും ഒരു ടെക്സ്റ്റ് കൂട്ടിച്ചേർക്കണമെങ്കിൽ വീണ്ടും നമുക്ക് ക്ലിക്ക് ചെയ്യാനുള്ളതുണ്ട്. അത് നമുക്ക് ആവശ്യാനുസരണം ചെയ്യാം. എല്ലാ മാറ്റങ്ങളും വരുത്തിയതിന് ശേഷം നമ്മൾ സേവ് ക്ലിക്ക് ചെയ്യുക. സേവായി. നമുക്ക് ഷട്ടർ എന്ന പ്രോഗ്രാം ക്ലോസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ലാപ്ടോപ്പ് എന്ന കണ്ടൻറ്റ് കൂടെ ആഡ് ചെയ്തായിട്ട് കാണാൻ സാധിക്കും. ഇപ്രകാരം നമുക്ക് വിവിധ പിക്ചർ ഫയലുകളിൽ വേണ്ടത്ര മാറ്റങ്ങളൊക്കെ വരുത്താൻ ഷട്ടർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ഒരു ടെക്നിക്ക് ഷട്ടർ ആപ്ലിക്കേഷനിലൂടെ ചെയ്യേണ്ട ഈ ടെക്നിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. വീണ്ടും മറ്റൊരു ട്യൂട്ടോറിയൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.